കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന NCP മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കണം. അജിത് പവാറിന്റെ നിർദ്ദേശം അനുസരിക്കാത്തവർക്കെതിരെ നടപടിയെന്നും മുന്നറിയിപ്പ്. കെ ശശീന്ദ്രൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. അദ്ദേഹം ശ്രീ ശരത് പവാറിൻ്റെ കൂടെയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് അത് പറയേണ്ടത്. നോട്ടീസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് കൃത്യമായി ആ നോട്ടീസ് പ്രകാരം അവർ പാർട്ടിയുടെ ഭാഗമായി വന്നില്ലെങ്കിൽ തീർച്ചയായും അയോഗ്യരാക്കേണ്ട മറ്റ് കാര്യങ്ങളിലേക്ക് പാർട്ടി കടക്കുന്നതാണ്. അനൂപ് ദാസ് ചേർന്നു ഡൽഹിയിൽ നിന്ന്. അനൂപ്, നേരത്തെ തന്നെ NCP മന്ത്രി നിലപാട് വ്യക്തമാക്കിയതാണ്. ശരത് പവാർ പക്ഷത്തിനൊപ്പം തന്നെ നിൽക്കും, അടിയുറച്ച് നിൽക്കുമെന്നുള്ള നിലപാട് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം രാജിവെക്കണം എന്നൊരു നിർദ്ദേശം പാർട്ടിയിൽ നിന്ന് മുന്നോട്ട് വരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിത് പവാർ പക്ഷത്തെ കേരളത്തിലുള്ള നേതാക്കളാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. NA മുഹമ്മദ് കുട്ടി, അദ്ദേഹം NCPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അജിത് പവാർ പക്ഷം കേരള സംസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയും നൽകിയിരിക്കുന്നത്, ചുമതലയും നൽകിയിരിക്കുന്നത് ഈ NA മുഹമ്മദ് കുട്ടിക്കാണ്. ഇവർ പറയുന്ന കാര്യം, അജിത് പവാറിനൊപ്പം നിൽക്കാത്ത ജനപ്രതിനിധികൾക്ക് കേരളത്തിലുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്ക്, NCPയിലെ ജനപ്രതിനിധികൾക്ക് നോട്ടീസ് നൽകും. അജിത് പവാർ പറയുന്നതനുസരിച്ച് അജിത് പവാറിനൊപ്പം നിന്ന് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ഇവർക്കെതിരെ അയോഗ്യത ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ്. എന്നാൽ തോമസ് കെ തോമസിനെ കുറിച്ച് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അതേസമയം തന്നെ AK ശശീന്ദ്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം AK ശശീന്ദ്രൻ ശരത് പവാറിനൊപ്പമാണ് എന്ന് മാധ്യമങ്ങളിൽ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് AK ശശീന്ദ്രൻ രാജിവെക്കണമെന്നും അതേസമയം തന്നെ MLA സ്ഥാനവും രാജിവെക്കും, മന്ത്രിസ്ഥാനവും രാജിവെക്കണം എന്ന ആവശ്യം ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. AK ശശീന്ദ്രൻ ചില മറുപടി പറയുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് കൃത്യമായി വായിച്ചു നോക്കാത്തവരാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് AK ശശീന്ദ്രന്റെ ഒരു മറുപടിയായി ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം. ഇതില് NCP സംസ്ഥാന ഘടകം ഇപ്പോൾ അജിത് പവാർ പക്ഷത്തിലെ നേതാവാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എങ്കിലും ശരത് പവാർ പക്ഷത്തെ അല്ലെങ്കിൽ AK ശശീന്ദ്രൻ പക്ഷത്തെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാണോ അനൂപ്? അതായത് കേരളത്തിൽ ഇപ്പോൾ AK ശശീന്ദ്രന്റെ പ്രതികരണം മാത്രമാണ് ലഭ്യമായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് കൃത്യമായി വായിച്ചു നോക്കാത്തവരാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം AK ശശീന്ദ്രൻ നടത്തിയിരിക്കുന്നു. അതേസമയം തന്നെ കേരളത്തിലെ NCPയുടെ സാഹചര്യം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം അല്ലെങ്കിൽ 90% പ്രധാനപ്പെട്ട നേതാക്കളും ശരത് പവാറിനൊപ്പം തന്നെയാണ്. MLA മാരും ഒപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികൾക്കും മഹാഭൂരിപക്ഷം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും അല്ലാത്ത പാർട്ടി നേതൃത്വവും ഒക്കെ ശരത് പവാറിനൊപ്പം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി, അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഈ സംസ്ഥാന ഘടകത്തിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ഒരു മുന്നോട്ട് പോക്ക്? ദേശീയ നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അജിത് പവാറിന് NCP ഔദ്യോഗിക പക്ഷം എന്നൊരു സ്ഥാനമൊക്കെ കൊടുത്ത സ്ഥിതിക്ക് എന്തായിരിക്കും ഇനി സംസ്ഥാന NCP ഘടകത്തിന്റെ മുന്നോട്ട് പോക്ക്? അത് എങ്ങനെയായിരിക്കും അനൂപ്? അതായത് കേരളത്തിലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ NCPയിലെ മഹാഭൂരിപക്ഷ നേതാക്കളും ശരത് പവാറിനൊപ്പമാണ്. ശരത് പവാറിനൊരു പുതിയ ചിഹ്നം, പുതിയ പാർട്ടിക്ക് പുതിയ പേരൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായി ശരത് പവാറിനൊപ്പം നിന്ന് മുന്നോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവും ശരത് പവാറിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. ഇതൊരു രാഷ്ട്രീയ ആവശ്യം എന്ന നിലയിൽ മാത്രമേ അജിത് പവാർ പക്ഷത്തെ നേതാക്കളുടെ പ്രതികരണത്തെ കാണാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഒന്നാമത്തെ കാര്യം.